എന്നാൽ ചില മൃഗങ്ങൾ ഇപ്പോൾ ഹൈനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കൊടുത്തൊരു 45 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് ഇവന് എഴുന്നേറ്റ് നിൽക്കും. ചിലപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കും. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടുമ്പം തന്നെ ഈ തോക്കും കൂടെ എടുത്തുകൊണ്ട് ഓടി. മയക്കൂടി വെക്കുന്ന തോക്ക് അതിനകത്തിരിക്കുകയായിരുന്നു. ആ തോക്കും കൂടെ ഇറങ്ങി വെളിയിൽ വന്ന് കഥ അടച്ചു. പല സ്പീഷീസിനും ഈ അനസ്തെറ്റിക് ഏജൻറ്റിൻ്റെ ഈ ഡ്യൂറേഷൻ വേരി ചെയ്യും. ഇപ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും നമുക്ക് ആ സമയം കിട്ടും. ആ സമയം കൊണ്ട് കൊടുക്കേണ്ട മരുന്നുകൾ ഡ്രിപ്പൊക്കെ കൊടുത്തിട്ട് നമുക്ക് കൂട്ടിനകത്ത് കൊടുത്ത് അടച്ചു വരുന്നവരെ നമുക്ക് സമയം കിട്ടും. അല്ലെ അതിനനുസരിച്ച് നമ്മൾ ടോപ്പപ്പ് ചെയ്യും. എന്നാൽ ചില മൃഗങ്ങൾ ഇപ്പോൾ ഹൈനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കൊടുത്തൊരു 45 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും ഇവന് എഴുന്നേറ്റ് നിൽക്കും. ചിലപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കും. ഒരു തവണ അങ്ങനെയും പറ്റിയിട്ടുണ്ട്. അപ്പം ഒരു പ്രാവശ്യം ഒരു ഹൈനയുടെ കാല് കടി കൂടി കാലിന് മുറിവ് വന്നിട്ട് മുട്ടിന് മുറിവ് വന്ന് സർജറിയൊക്കെ ചെയ്ത് എല്ലാം കംപ്ലീറ്റായി. അപ്പോൾ ഡ്രിപ്പ് കുറച്ചും കൂടെ ഇറങ്ങാനുണ്ടെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ അസോസിയേറ്റിൻ്റെ അടുത്ത് പറഞ്ഞ ഡ്രിപ്പും കൂടെ കഴിയുമ്പോഴത്തേക്കും നേരെ കൂട്ടിനകത്ത് കയറ്റി അങ്ങ് വിട്ടേക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് 1-2 എമർജൻസി കോൾ വന്ന് ഞാൻ വണ്ടി എടുത്ത് കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ വിളിച്ചു, സാറേ അവൻ എഴുന്നേറ്റ് ഊറ്റിക്കകത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ആ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ മിടുക്കനായിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ആ ഇന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടുമ്പം തന്നെ ഈ തോക്കും കൂടെ എടുത്തുകൊണ്ട് ഓടി. മയക്കൂടി വെക്കുന്ന തോക്ക് അതിനകത്തിരിക്കുകയായിരുന്നു. ആ തോക്കും കൂടെ ഇറങ്ങി വെളിയിൽ വന്ന് കഥ അടച്ചു. അപ്പം തിരിച്ച് വന്നപ്പോഴത്തേക്കും തോക്കുണ്ടായത് കൊണ്ട് വീണ്ടും അതിനകത്ത് ഡാർട്ട് ഫില്ല് ചെയ്ത് കഥവ് സ്ലൈറ്റായിട്ട് തുറന്ന് ഇടയിൽ കൂടെ ഡാർട്ട് ചെയ്ത് മയക്കി. അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഈ മൃഗശാലയിലെ ഓപ്പറേഷൻ തിയേറ്റർ വളരെ രസകരമാണ്. എല്ലാവരും പോയി കാണേണ്ട ഒരു സംവിധാനമാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഈ കണ്ണാടി ചില്ലിൻ്റെ വെളിയിലായിട്ടൊരു ഷട്ടറുണ്ട്. ഈ ഷട്ടർ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇത്രയും കട്ടിയുള്ള ഇരുമ്പ് ഷട്ടറാണ്. ആ ഷട്ടർ സ്ലൈഡ് ചെയ്ത് അടയ്ക്കും. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടുവയോ ഒരു പുലിയോ ഒക്കെ ആയിട്ട് ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി കഴിഞ്ഞ് ഈ ഡോക്ടറിനെയും അസിസ്റ്റ് ചെയ്യുന്നവരെയും അകത്തിട്ട് അടയ്ക്കും. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഈ നമ്മുടെ തിരുവനന്തപുരം മൃഗശാല എന്ന് പറയുന്നത് ഈ സിറ്റിക്കകത്ത് ഉള്ള ഒരു മൃഗശാലയാണ്. ഈ മൃഗശാലയിൽ നിന്ന് ഒരു മൃഗം വെളിയിൽ ചാടിപ്പോയി കഴിഞ്ഞാൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒന്നും വേണ്ട, ഒരു ലെപ്പേർഡ് അവിടെ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ചാടി സെക്രട്ടേറിയറ്റിൽ പോയെങ്ങനെ ഇരിക്കും. ഈ സിറ്റി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കണ്ടിജൻസി ആയിരിക്കും. പുലി വേണ്ട, ഒരു മാൻ പതുക്കെ ഓടി ആ ട്രാഫിക്കിൻ്റെ ഇടയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിശ്ചലമായി. അപ്പം നമുക്ക് അവിടെ നിന്ന് ഒരു അനിമൽ എസ്കേപ്പ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റോടു കൂടിയാണ് ഈ മൃഗശാലയിലെ ഓപ്പറേഷൻ തിയേറ്ററൊക്കെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അപ്പം നേരത്തെ കഥ നമ്മൾ പറഞ്ഞില്ല, അകത്തിട്ട് കൂട്ടുന്നു. അതെ, അപ്പം അതാണ് അതിൻ്റെ ആ കൺസെപ്റ്റ്. അതാണ്, അതായത് ഡോക്ടർ മരിച്ചാലും കുഴപ്പമില്ല, ഈ വന്യമൃഗം വെളിയിൽ ചാടരുത്, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ചാടരുത് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതിനകത്തുള്ളത്. അതിനകത്ത് നമുക്ക് വേറെ ശരികേടൊന്നും പറയാനുമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.